ഭാഗ്യലക്ഷ്മിയെ വളർത്തുനായ കടിച്ചത് ഡിസംബർ മാസം 13-ന്. മൂന്നാം നാൾ നായ ചത്തു. പോസ്റ്റ്മോർട്ടത്തിൽ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. എന്നിട്ടും നാരങ്ങാനം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഗൗരവപൂർവ്വം വിഷയത്തെ സമീപിച്ചില്ല. ആരോഗ്യവകുപ്പിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ കുട്ടിയെ സന്ദർശിക്കുകയോ ആരോഗ്യവിവരം തേടുകയോ ചെയ്തില്ല. ഈ വിഷയങ്ങളെല്ലാം ജില്ലാ കളക്ടറുമായുള്ള കൂടിക്കാഴ്ചയിൽ രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി. വാക്സിൻ എടുത്തിട്ട് മരണം സംഭവിച്ചതിനെപ്പറ്റി ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വാക്സിനിൽ നമുക്ക് വിശ്വസിച്ച് പോയതാണ് ഇങ്ങനൊരു എൻ്റെ കുഞ്ഞ് പോകാൻ ഇടയായെന്ന് എനിക്കൊരു പരാതിയുണ്ട്. ഇത് വാക്സിൻ എല്ലാവരും എടുക്കുന്നു, ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് എല്ലാവരും എടുക്കുന്നത്. അതുപോലെ നമ്മളും എടുത്തു. നമുക്കും അറിയില്ലായിരുന്നു. വാക്സിനെ നമ്മൾ കൂടുതൽ വിശ്വസിച്ച് പോയി. പക്ഷേ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ല. പരാതിയിൽ രക്ഷിതാക്കൾ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഈ പർട്ടിക്കുലർ പട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ലൈസൻസ് ഉണ്ടോ, അതുപോലെ ലൈസൻസ് ഉണ്ടായിരുന്നു, ഇത് റാബീസ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ അലക്ഷ്യമായിട്ട് വിട്ടതിന് അവർക്കിത് നടപടിയെടുക്കാനാണ്, അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടില്ല എന്നുള്ളത്, അതും അന്വേഷിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം, അതെന്താണ് യഥാർത്ഥ റീസൺ എന്നുള്ളത് DMO എടുത്ത് നാളെ വന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പുല്ലാട് സ്വദേശിനി 13-കാരി ഏപ്രിൽ 9-നാണ് മരിച്ചത്. പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കി 3 മാസം പിന്നിട്ടപ്പോഴായിരുന്നു ഇത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.